ഗൺമാൻമാരുടെ മർദ്ദനം സംബന്ധിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്, രൂക്ഷമായ വിമർശനങ്ങളാണ്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ഹാജരാക്കാത്തത് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി ശകാരിച്ചിരിക്കുന്നു. DGPയുടെ മീറ്റിംഗിന് പോയി എന്ന ഒരു ന്യായീകരണമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിക്ക് മുൻപ് നൽകിയത്. പക്ഷേ അതിനെ ഒരു കാരണം ആക്കുന്നത് എങ്ങനെയാണ് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. കേസ് പരിഗണിക്കുന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ്, എന്തുകൊണ്ടാണ് എന്നിട്ടും റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാതിരുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയായിരുന്നു കോടതി. SIT അല്ല, ആരായാലും റിപ്പോർട്ടില്ലാതെ എങ്ങനെ കേസ് പരിഗണിക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് കോടതി കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായിട്ട്. അശ്വിൻ, ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി ഈ മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ നടത്തിയ മർദ്ദനം അത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണല്ലോ SITക്കെതിരെ ഇപ്പോൾ കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. എന്താണ് കോടതി പറഞ്ഞത്? JK, അതിരൂക്ഷ വിമർശനമാണ് പ്രോസിക്യൂഷനും SITക്കും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് പോലും കോടതിയിൽ പ്രോസിക്യൂഷൻ ഇല്ല എന്നുള്ളതാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിനെ രൂക്ഷമായി തന്നെ കോടതി വിമർശിച്ചിട്ടുണ്ട്. ഏത് SIT ആയാലും ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ, കേസന്വേഷണ റിപ്പോർട്ടുകളൊക്കെ കോടതിയിൽ എത്തിക്കേണ്ടേ എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന് ഇന്ന് ഹാജരായിരുന്നില്ല. റിപ്പോർട്ട് എവിടെ എന്ന ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അശ്വിൻ, ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അശ്വിനിലേക്ക് തിരിച്ചു വരാം. ഇതാണ് സംഭവം. ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ട് എവിടെ എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി ചോദിക്കുന്നു. SITയുടെ ചുമതല വഹിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി ഏതാണ്ട് ശാസിക്കുന്ന രീതിയിലാണ് കോടതി കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാത്തത്? SIT അല്ല, ആരായാലും റിപ്പോർട്ടില്ലാതെ എങ്ങനെ കേസ് പരിഗണിക്കും എന്ന് കോടതി ചോദിക്കുന്നു. അതിനുശേഷം കേസ് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇനി ഈ കേസ് വീണ്ടും പരിഗണിക്കും. റിപ്പോർട്ട് ഉടൻ ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നു. പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് കോടതിയുടെ ഈ പ്രതികരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.